ഇടുക്കിയിൽ 5 മണ്ഡലങ്ങളിലും LDF മുന്നേറ്റമുണ്ടാകുമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CB വർഗീസ്. ഇടുക്കിയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് കാര്യമായി ബാധിക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF മുന്നേറ്റം മറികടക്കാൻ LDFനായി. LDFനെതിരെ UDF അപവാദ പ്രചരണങ്ങൾ നടത്തി. ബ്ലൗസ് വലിച്ചുകീറൽ പരാമർശത്തിൽ DCC പ്രസിഡന്റ് CP മാത്യു ഒരു ഖേദപ്രകടനം പോലും നടത്തിയില്ല എന്നും CB വർഗീസ് കട്ടപ്പനയിൽ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ സമീപനവും കോൺഗ്രസ് എടുക്കുന്ന നിലപാടും എല്ലാം തന്നെ ജനങ്ങൾ നല്ലപോലെ വിലയിരുത്തുമെന്നുള്ള നല്ല വിശ്വാസം ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. കൈവശം ഉണ്ടായിരുന്ന 4 മണ്ഡലവും ഞങ്ങൾ നിലനിർത്തും. തൊടുപുഴയിൽ നല്ല മുന്നേറ്റം ഉണ്ടാകും. തൊടുപുഴയിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുള്ള താമസത്തിലെ പ്രശ്നങ്ങളുണ്ട്, മറ്റു ചില കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തൊടുപുഴ ഒരു നല്ല മുന്നേറ്റം ഉണ്ടാക്കും അക്കാര്യത്തിൽ. പിന്നെ തലമുറ മാറ്റം എന്ന് പറയുന്ന അച്ഛൻ്റെ സ്ഥാനത്തേക്ക് മകൻ വരുന്നതല്ലല്ലോ തലമുറ മാറ്റം ഉണ്ടാവുക. കോൺഗ്രസ് കനകേലു തന്ത്രത്തിന്റെ ഭാഗമായി കൈപ്പത്തി വന്നു, അതുകൊണ്ടങ്ങ് ജയിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ 20 വർഷമായിട്ട് ഉറുമ്പിച്ചോട് ജയിക്കാത്തതിന് 25 വർഷമായി. അതുപോലെ ദേവുളം ജയിക്കാത്തതിന്, ഇരുമണി ജയിക്കാത്തതിന്, പിന്നെ കൈപ്പത്തി മത്സരിച്ചപ്പോഴൊന്നും ഇവിടെ തോറ്റിട്ടില്ല. ഇപ്പോൾ ജോയിസോട് ആരോടാ തോറ്റ? കൈപ്പത്തിയോട് തോറ്റ. അതുകൊണ്ട് അതിനകത്ത് വലിയ പ്രശ്നമില്ല. കോൺഗ്രസിനായി കുത്തകയായിരുന്ന മണ്ഡലം കോൺഗ്രസിനായിരുന്നു പോയില്ലേ ഇടുക്കി. എല്ലാവിധമായ ഭൂപ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ അവർ എടുത്ത നിലപാടിലൊരു സ്വീകാര്യത ഉണ്ടാവില്ല. ഇവിടെ കൈപ്പത്തി വന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലൊരു സമയം എടുക്കട്ടെ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒന്നിൻ്റെ അടിസ്ഥാനം വരിക പല കാരണങ്ങളുണ്ട്. ഇവിടെ കൈപ്പത്തി വന്നാൽ ഉടനെ എല്ലാം ആളുകളെ മ്യൂട്ട് ചെയ്യും എന്നതിനകത്ത് ഒരു കാര്യമില്ല. സമൂഹത്തിനിടയിൽ പരസ്യമായിട്ട് ബ്ലൗസ് വലിച്ചു കീറി നീ അങ്ങ് നേരെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ എത്രയോ മ്ലേച്ഛമായ പ്രവർത്തനത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാ അതിർവരമ്പോഴും വിട്ടത് കോൺഗ്രസ് DCC പ്രസിഡന്റാണ്. അദ്ദേഹം ഇന്ന് വരെ എനിക്കത് ഞാൻ ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട്. ഒരു അപകടം പറഞ്ഞാണെങ്കിൽ പൊതുപ്രവർത്തനം ഉണ്ടാവേണ്ട കാര്യം എന്താ? അത് സംബന്ധിച്ചൊരു ഖേദപ്രകടനം നടത്തണം. ആളുകൾക്കിടയിൽ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്, പറയേണ്ടത്. ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടല്ലോ.